ഒരു സിപ്പ് മലിനമായ വെള്ളം മതി, 10-100 ബാക്ടീരിയ ഉള്ളിലെത്തിയാൽ മതി ഷിഗല്ല വരാൻ. വെറും 100-ൽ താഴെ ബാക്ടീരിയ കൊണ്ട് തന്നെ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. എന്തുകൊണ്ടാണ് ഷിഗല്ല ബാക്ടീരിയ ഇത്ര അപകടകാരിയാവുന്നത്? അതിൻ്റെ ഇൻഫെക്ഷ്യസ് ഡോസ് വളരെ കുറവായതുകൊണ്ടാണ്. നമ്മുടെ ഉള്ളിലെത്തിക്കഴിഞ്ഞ് കുടലിൽ വെച്ച് ഷിഗാടോക്സിൻ എന്ന വിഷാംശം പുറപ്പെടുവിക്കുന്നു. അത് വൻകുടലിൻ്റെ ഭിത്തികളെ തകർക്കുന്നു. ഫലമോ കഠിനമായ വയറുവേദനയും രക്തം കലർന്ന വയറിളക്കും അഥവാ ഡിസെൻട്രിയും. ഷിഗല്ല കേവലം ഒരു വയറിളക്കം മാത്രമല്ല, അത് കുട്ടികളിൽ CNS സിംറ്റംസ് അഥവാ തലച്ചോറിന് സംബന്ധമായ ലക്ഷണങ്ങൾ, അപസ്മാരം, ബോധക്ഷയം തുടങ്ങിയവയെ ഉണ്ടാക്കാം. അതിലൂടെ മരണം വരെ സംഭവിച്ചേക്കാം. കോഴിക്കോട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു 3.5 വയസ്സുകാരുടെ മരണം നമ്മളെല്ലാവരെയും ഞെട്ടിച്ചതാണ്. എന്നാൽ WHO കണക്ക് പ്രകാരം എല്ലാ വർഷവും ലോകമെമ്പാടും 1.5 മുതൽ 2 ലക്ഷം ആളുകൾ ഷിഗല്ല ബാധിച്ച് മരിക്കുന്നു. അതിൽ ഭൂരിഭാഗവും 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണ്. സെക്കൻഡറി ഇൻഫെക്ഷൻ റേറ്റ് കൂടുതലായത് കാരണം വീട്ടിൽ ഒരാൾക്ക് വന്നാൽ തന്നെ അത് ബാക്കിയുള്ളവരിലേക്ക് എളുപ്പം പടരുന്നു. ബാക്ടീരിയ ശരീരത്തിലെത്തി ആദ്യത്തെ 1 മുതൽ 4 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു. ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ രക്തം കലർന്ന വയറിളക്കം, ശക്തമായ പനി, കഠിനമായ വയറുവേദന, വിറയൽ തുടങ്ങിയവയാണ്. ഇവ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക. തലച്ചോറിനെ ബാധിക്കുന്ന ഷിഗല്ല എൻകഫലോപ്പതിയും വൃക്കകളെ ബാധിക്കുന്ന ഹിമോളിറ്റിക് യൂറിമിക് സിൻഡ്രോം തുടങ്ങിയവയാണ് ഷിഗല്ലയുടെ കോംപ്ലിക്കേഷൻസ്. വയറിളക്കം നിൽക്കാൻ വേണ്ടി നമ്മൾ സ്വന്തമായി ഫാർമസിയിൽ ചെന്ന് വാങ്ങുന്ന ആൻറ്റി ഡയറിയൽ മരുന്നുകൾ, ലോപ്രമൈഡ് തുടങ്ങിയവ ഷിഗല്ലയിൽ അപകടമാണ്. ഈ മരുന്നുകൾ മലശോധന തടയുന്നതിലൂടെ വിഷാംശം ശരീരത്തിൽ നിന്ന് പുറത്തു പോവാതെ കുടലിൽ തന്നെ തങ്ങി നിൽക്കുന്നു. അത് സ്ഥിതി വഷളാക്കാം. അതുകൊണ്ട് ഒരിക്കലും സ്വയം ചികിത്സ അരുത്. ഷിഗല്ലയിൽ കൃത്യമായ ആൻറ്റിബയോട്ടിക് അറ്റ് ദ ഏർലിയസ്റ്റ് ആവശ്യമാണ്. അതോടൊപ്പം നിർജ്ജലീകരണം തടയാൻ വേണ്ടി ധാരാളമായി വെള്ളവും ORS ലായനിയും കുടിക്കേണ്ടതാണ്. ഷിഗല്ല പടരുന്നത് ഒഴിവാക്കാൻ വേണ്ടി തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഓരോ തവണ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകാനും ശ്രദ്ധിക്കാം. ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യൂ. ഒരുപക്ഷെ ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചേക്കാം.